സെക്രട്ടേറിയറ്റ് ധർണയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് പന്തളം കൊട്ടാരത്തിന്റെ മുൻ പാലസ് സെക്രട്ടറി ബ്രഹ്മശ്രീ നാരായണവർമ്മ തിരുമനസാണ്. നാരായണവർമ്മ തിരുമനസിനെ ഈ ഭക്തജന പ്രതിഷേധ ധർണയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് സംപൂജ്യ ചൈതന്യാനന്ദജി മഹാരാജാണ്. വെള്ളിമല ആശ്രമത്തിന്റെ മഠാധിപതിയാണ്. കേരളവുമായി ഏറ്റവും അടുത്ത എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും വരികയും നമുക്ക് പ്രചോദനം നൽകുകയും മാർഗദർശനം ചെയ്യുകയും ചെയ്യുന്ന സംപൂജ്യ സ്വാമിജി അയ്യപ്പ സ്വാമിയുടെ തിരുവിഗ്രഹങ്ങൾ വരെ കൊള്ളയടിച്ച ആ പ്രവൃത്തികൾക്കെതിരെ ഒരു സമരം നടക്കുന്നു എന്നറിഞ്ഞ് ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിൽ സംപൂജ്യ സ്വാമിജി പോകാറുള്ളതല്ല. എങ്കിലും സ്വാമിജി ഇപ്പോ എത്തി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. സംപൂജ്യ ചൈതന്യാനന്ദജി മഹാരാജ് വെള്ളിമല ആശ്രമം മഠാധിപതി അവർകളെ സ്വാമിയെ ഈ ധർണാ സമരത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹം നമ്മുടെ തൊട്ട സംസ്ഥാനത്ത് ഏറ്റവും അടുത്ത ജില്ലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. ശബരിമല ആചാര ലംഘനം നടക്കുമ്പോൾ വളരെ വേദനയോടുകൂടി പ്രതികരിക്കേണ്ടി വന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്. ആചാര ലംഘനത്തിന് സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുശ്രമിക്കുമ്പോൾ ഭക്തജന സമൂഹത്തെ സന്നിധാനത്തേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും അന്നത്തെ ചില SP-മാരെ ഉപയോഗിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് യതീഷ് ചന്ദ്ര പോലെയുള്ള കാടൻ SP-മാരെ ഉപയോഗിച്ച് ശ്രമം നടത്തി. അവിടെ അയ്യപ്പ ഭക്തനായി എല്ലാ കാലവും ശബരിമലയിൽ എത്താറുള്ള വ്രതം നോറ്റ് യാതൊരു പോലീസിന്റെ അകമ്പടിയില്ലാതെ ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്തെത്തിയ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അവർകളെ പോലും തടഞ്ഞു വെക്കാൻ ഒരു SP-ക്ക് അധികാരം കൊടുത്തു ഈ പിണറായി വിജയൻ സർക്കാർ. അവിടെ അദ്ദേഹം സംയമനം പാലിച്ചുകൊണ്ട് സ്വാമി ശരണം വിളിച്ചുകൊണ്ടാണ് ഇതിനെ എതിരേറ്റത്. പിന്നീട് നാം കണ്ടു കേന്ദ്രത്തിൽ ഈ കാര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന പൊൻ രാധാകൃഷ്ണൻ അവർകളെ, പാർലമെന്റിൽ അതിനുവേണ്ടി സംസാരിക്കുന്ന പൊൻ രാധാകൃഷ്ണൻ അവർകളെ. ഇന്നത്തെ നമ്മുടെ ഈ സമരത്തിൽ പൊൻ രാധാകൃഷ്ണൻജിയാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശബരിമല സ്വർണ്ണ കവർച്ചയും ഇവിടുത്തെ ദേവസ്വം ബോർഡുകളിലെ സ്വർണ്ണക്കൊള്ളയുമെല്ലാം ഇന്ന് കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നുവെങ്കിൽ ശക്തമായ ഭാഷയിലൂടെ അതെല്ലാം തുറന്നു കാട്ടുവാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുകയും എല്ലാ വിധത്തിലുള്ള ഉപാധികളും സ്വീകരിക്കുകയും ചെയ്യുന്ന ബഹുമാനായ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, അദ്ദേഹം ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്, നമ്മളെ അഭിസംബോധന ചെയ്യുന്നുണ്ടാകും. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശബരിമല കർമ്മസമിതി ആചാര ലംഘനം നടത്തിയപ്പോൾ കേരളത്തിലെ സമുദായ സംഘടനകൾ, ആധ്യാത്മിക ആചാര്യന്മാർ, അതുപോലെ സന്യാസിവര്യന്മാർ, പ്രമുഖ വ്യക്തികൾ, പൗരപ്രമുഖർ എല്ലാവരും അടങ്ങുന്ന 1001 അംഗ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ സമരം നടത്തിയത്. ഫലം 1000-ലധികം കേസുകൾ, 1001 അംഗ സമിതി രൂപീകരിച്ചപ്പോൾ 1001-ലധികം കേസുകൾ SAR കുമാറിന് ചാർത്തി കൊടുത്തു. അതുപോലെ ശശികല ടീച്ചർക്ക് ചാർത്തി കൊടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും 100-ഉം 200-ഉം 500-ഉം എല്ലാം ചാർത്തി കൊടുത്തു. ഇന്നും ഡൽഹിയിൽ അതുപോലെ അധികാര കേന്ദ്രങ്ങളിൽ, സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ നിയമ പോരാട്ടങ്ങളും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അയ്യപ്പധർമ്മം സംരക്ഷിക്കുവാനുള്ള പോരാട്ടവും നടത്തുന്ന ശബരിമല കർമ്മസമിതിയുടെ ബഹുമാനായ ജനറൽ കൺവീനർ SJR കുമാർ, ഏറ്റവും അവസാനമായി നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമലയിൽ എത്തുമ്പോൾ സന്നിധാനത്ത് വെച്ച് തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ വിശദീകരണം രാഷ്ട്രപതിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ്. ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻജി നമ്മുടെ ഈ സമരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. SAR കുമാർജി ആണ് 22-ാം തീയതി സന്നിധാനത്ത് വെച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ഇതെല്ലാം ധരിപ്പിക്കും. അദ്ദേഹം അതിനുവേണ്ടി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. SAR കുമാർജിയെ ഈ സമരത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്നിവരെല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ബഹുമാന്യരായിട്ടുള്ള സമുദായ നേതാക്കൾ, ഏതാണ്ട് 100ഓളം സമുദായ നേതാക്കൾ ഇന്ന് ഈ പന്തലിൽ എത്തും.
ഇപ്പോൾ എത്തിയിട്ടുള്ള ബഹുമാന്യർ ജഗതി രാജൻ സാർ, ഷാജി പയ്യന്നൂർ സാർ, സുധീർ പി സാർ, വി എൻ സോമൻ സാർ, രാമചന്ദ്രൻ പത്തുകുടി സമുദായം സാർ, പി ഗോപാലകൃഷ്ണൻ അവർ, ബാബു കരമന, ജയശ്രീ അയ്യപ്പ സേവാ സമാജം, ശംഖമുഖം രാധാകൃഷ്ണൻ, കൃഷ്ണകുമാർ, പി കെ വിശ്വനാഥൻ വിശ്വമപ്പ സംഘടന, ഹിന്ദു സംഘടനാ നേതാവ്, സുബിൻ വി അനിരുദ്ധൻ ഐക്യ മലയേറിയ മഹാസഭ, ജയമോഹൻ വിരാട് സമസ്ത വിശ്വകർമ്മ സഭ, അശോക് കുമാർ വീരശൈവ സഭ, പി പി വാവ സാർ KPMS സംസ്ഥാന പ്രസിഡന്റ്, നിരവധിയായ ആളുകൾ, ഏതാണ്ട് 60ഓളം ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. പാച്ചല്ലൂർ ശ്രീനിവാസൻ സാർ, അതുപോലെ നൂറിലോളം സമുദായ സംഘടനകളുടെ എത്തും. അടുത്ത കാലാംശങ്ങളിൽ അത് പരിചയപ്പെടുന്നുണ്ടാവും. ഇപ്പൊ സ്വാഗതം വളരെ കൂടുതൽ നീണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി ഈ മുഴുവൻ സമുദായ സംഘടനാ നേതാക്കളെയും ഞാൻ ഈ സെക്രട്ടേറിയറ്റ് ധർണയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ അഡ്വക്കേറ്റ് ഷെയ്ഖ് ജയൻ ചെറുവള്ളിൽ, അതുപോലെ GK സുരേഷ് ബാബു സാർ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ബഹുമാനായ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ നേരായി തന്നെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ശബരിമല ക്ഷേത്രക്കൊള്ള, ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ള നേരായ രീതിയിൽ തന്നെ ഇന്നും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഈ ധാർമ്മിക സമരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ ഭക്തജനങ്ങളെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ബ്രഹ്മശ്രീ നാരായണവർമ്മ തിരുമനസിനെ, പന്തളം പാലസിന്റെ സെക്രട്ടറി, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രസിഡന്റ് അവരെ ക്ഷണിക്കുക. സ്വാമിയേ ശരണമയ്യപ്പ. ബഹുമാന്യ പൂജനീയ സ്വാമിജി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഹൈന്ദവ സംഘടനാ നേതാക്കളെ, സാമുദായിക സംഘടനാ നേതാക്കന്മാരെ, അതുപോലെ ഭക്തജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, ശബരിമലയിൽ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം നടന്നിട്ട് ഇന്ന് ഒരു കഴിഞ്ഞ സർക്കാരിന്റെ കാലം തൊട്ട്, ഈ ഇടതുപക്ഷ സർക്കാർ കാലം വന്ന ശേഷം, കേരളത്തിൽ ഭരണത്തിൽ വന്ന ശേഷം ഉള്ള ക്ഷേത്രങ്ങളിലെയും ക്ഷേത്ര സ്വത്തുക്കളും സ്വർണവും എല്ലാം കടംവെട്ട് നടത്തുകയാണ്. ഇപ്പോൾ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് 2019 തൊട്ട് ശബരിമലയിൽ നമ്മൾ കാണുന്നത്. കോടിക്കണക്കിന് സ്വർണം, അതായത് ഭക്തജനങ്ങൾ അവരുടെ പ്രാർത്ഥനയോടെ സമർപ്പിച്ച സ്വർണം, അത് മുഴുവനും ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും അതുപോലെ കൊള്ളക്കാരായ ദേവസ്വം ഭരണാധികാരികളും അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഓരോ ദിവസവും ഇത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പം ഒരു വിശദമായ അന്വേഷണം ഇപ്പോൾ കോടതി, ബഹുമാന്യമായ ഹൈക്കോടതി ഇടപെട്ട് അത് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് മാത്രം പോരാ. ഇതിൻ്റെ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും ഭക്തജനങ്ങളെ അറിയിക്കണം. അതിനുവേണ്ടി കേന്ദ്ര ഏജൻസി CBI അന്വേഷണം വേണം. മാത്രമല്ല, ഈ ഇവർ ആരോപണ വിധേയരായ എല്ലാവരെയും തന്നെ ദേവസ്വം ബോർഡ് അതേപടി പിരിച്ചുവിടുകയും ഭക്തജനങ്ങളെ, ഈ ആലയങ്ങളെല്ലാം ഭക്തജനങ്ങളെ അത് ഏൽപ്പിക്കുകയും വേണം. മാത്രമല്ല, ഇതിന് പങ്കുപറ്റിയ മന്ത്രിയുണ്ട്, ദേവസ്വം മന്ത്രിമാരുണ്ട്, അവരെല്ലാം പ്രസിഡന്റുമാരുണ്ട്, അംഗങ്ങളുണ്ട്. ഇവരെ എല്ലാം തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. അവരെ വേണ്ട രീതിയിൽ വേണ്ട ശിക്ഷ നൽകുകയും ചെയ്യണം. ഭഗവാന്റെ സ്വത്ത് ഭക്തജനങ്ങളാണ് സംരക്ഷിക്കേണ്ടത്, അല്ലാതെ ഈ കള്ളന്മാരായ ദേവസ്വം അധികാരികളല്ല. നമുക്കറിയാം, 1949 തിരുവിതാംകൂർ കൊച്ചി വന്നപ്പോൾ കവനന്റില് ഒരു വ്യവസ്ഥ ചെയ്തു. അന്നത്തെ പൊന്നുതമ്പുരാൻ, തിരുവിതാംകൂറിന്റെ പൊന്നുതമ്പുരാൻ ക്ഷേത്രം, ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പ്രത്യേകം വെച്ചതുകൊണ്ട് ഇവർക്കതിൽ കൈകടത്താൻ പറ്റിയില്ല. അന്ന് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണമാണ് ഇന്ന് പത്മനാഭസ്വാമിയെ രക്ഷപ്പെടുത്തിയത്. സത്യം പറയുകയാണെങ്കിൽ, എങ്ങനെയാണോ അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിച്ചത്, അതിൽ നിന്നെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം അഴിമതികളാണ് ഈ എല്ലാ ദേവസ്വത്തിന്റെ ഭരണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം വരണം. അതിന് നമ്മൾ ഭക്തജനങ്ങൾ, ശരിക്ക് ഹൈന്ദവ സമൂഹമാണ് ഒരുമിച്ച് നിന്ന് ഈ ക്ഷേത്ര വിമോചനം തന്നെ, ക്ഷേത്രഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി വന്നാൽ ഒരു വിമോചന സമരം തന്നെ നമുക്ക് ആരംഭിക്കാനുള്ള സമയം അതിക്രമിച്ചു പോയി.
അതുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വേണ്ട രീതിയിൽ അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഇന്ന് ഈ ദേവസ്വത്തിന്റെ എല്ലാം ഓഡിറ്റ് റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വൈക്കത്തപ്പന്റെയും അതുപോലെ എല്ലാം മേജർ ക്ഷേത്രങ്ങളുടെയും സ്വർണങ്ങൾ ഇപ്പോൾ ഈ സ്ട്രോങ് റൂമിലുണ്ടോ, അതെല്ലാം ചെമ്പായി തീർന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ ധർണ വേണ്ട രീതിയിൽ അത് അധികാരികളെ കണ്ണു തുറപ്പിക്കുകയും നിയമത്തിന്റെ വഴിയിൽ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള ആദ്യത്തെ ഒരു ഹൈന്ദവ കൂട്ടായ്മയായിട്ട് ഇത് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഭഗവാൻ അയ്യപ്പൻ എല്ലാ അനുഗ്രഹവും ചൊരിയും എന്നുള്ളത് തീർച്ചയാണ്. 2018 ഒക്ടോബർ 13 നമ്മളിവിടെ ഭഗവാന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ ഇവിടെ ഒത്തുകൂടി. അന്ന് നാം ഇവിടെ കൂടി ആ ഒരു കൂട്ടായ്മ അതിന്നും സുപ്രീം കോടതിയിൽ ഉണ്ടെങ്കിലും നമ്മൾ ഒരു പരിധി വരെ അത് വിജയിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഈ കൊള്ളക്കാരെ, ഈ കൊള്ള സംഘത്തെ അടിച്ചു പുറത്താക്കി പമ്പ കടത്തി ചാണകം തളിച്ച് ശുദ്ധമാക്കാൻ സമയമായി എന്ന് പ്രഖ്യാപിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഭഗവാന്റെ എല്ലാ മംഗളങ്ങളും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും യഥാർത്ഥ ഭക്തരായ നമുക്കുണ്ടാവും, നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ യോഗത്തിന്റെ അടുത്ത പരിപാടിയിലേക്കുള്ള കടക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം കഴിഞ്ഞത് സ്വാമിജി സംസാരിക്കുവാനായിട്ട് ബഹുമാനായ പൂജനീയ സ്വാമിജിയെ ഞാൻ ക്ഷണിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। स्वामिये स्वामिये स्वामिये. നമ്മളിവിടെ ശബരിമല ക്ഷേത്രത്തിൽ നടന്ന അഴിമതിക്കായി ധർണ ചെയ്യാൻ നമ്മൾ കൂടിയിരിക്കുകയാണ്. ക്ഷേത്രത്തിനെ ഇപ്പോൾ പരിപാലിക്കുന്നത് ദേവസ്വം ബോർഡ്, അത് അരസാംഗത്തിന്റെ കീഴാണ്. ഗവൺമെന്റ് ഗവൺമെന്റ് നയിക്കുന്ന വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ അവര് പരിപാലിക്കുന്നെങ്കിലും യജമാന്മാർ ജനങ്ങളാ. ജനങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ശരിയായിരിക്കും, രാഷ്ട്രീയ പാർട്ടി ശരിയായിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ശരിയായി പോകും. ഇപ്പോൾ നമ്മൾ ശരിയായിട്ടില്ല എന്നുള്ളതാ ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഞങ്ങൾ സാധാരണ അവിടെ പറയാറുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് രാവണൻ നല്ലവനോ അല്ലെങ്കിൽ രാമൻ നല്ലവനോ എന്ന് ചോദിച്ചാൽ രാവണൻ നല്ലവെന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കള്ള വോട്ടിടാൻ 10 കൈയുണ്ട്, അതുകൊണ്ട് രാവണൻ നല്ലവെന്ന് പറയും. അതുപോലെ പാണ്ഡവന്മാർ നല്ലവരോ അല്ലെങ്കിൽ ഗൗരവന്മാർ നല്ലവരോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയും? ഗൗരവന്മാർ നല്ലവരെന്ന് പറയും. എന്തുകൊണ്ടാ? അവിടെ 100 വോട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കിവിടെ 5 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവർ തന്നെ ശരിയെന്ന് പറയും. പക്ഷെ നമ്മൾ ജനങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഞാൻ ഇന്നലെ സ്വാമിയോട് സംസാരിച്ചിരുന്നു. രാവിലെ സ്വാമി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. അപ്പൊ സ്വാമിയുടെ അടുത്ത് സംസാരിച്ചോണ്ടെങ്കിൽ പറഞ്ഞു, എത്ര ഇവിടെ ഹിന്ദുക്കളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ 40% ഉണ്ടാന്ന് പറഞ്ഞു. പക്ഷെ 40%ത്തിൽ ഹിന്ദുക്കളായിട്ട് എത്ര പേരുണ്ട്, ജന്തുക്കളായിട്ട് എത്ര പേരുണ്ടെന്നുള്ള കാര്യമാണ് ഓർമ്മിക്കണത് നമ്മൾ. ഇപ്പൊ ഹിന്ദുക്കളെക്കാട്ടിലും ജന്തുക്കൾ കൂടിപ്പോയി. ഹിന്ദു എന്നുള്ള ഉണർവില്ലാതെ ആൾക്കാർ കൂടിപ്പോയി. ജാതിയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ പാർട്ടിയിലോട്ട് പോകുന്നു. ഞങ്ങൾ എന്താ പറയുന്നു എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും നീ ഏത് ജാതിയിൽ വേണമായിരുന്നോ ഏത് പാർട്ടിയിൽ വേണമായിരുന്നോ, പക്ഷേ ഹിന്ദു എന്നുള്ളത് ആദ്യം നിൽക്കണം. നീ അവിടെ ഞങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, ഇവിടെയുള്ള ജാതിയൊക്കെ എനിക്ക് ശരിക്കും അറിയില്ല, അതുകൊണ്ട് അവിടെ നാടാർ ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല, നായർ ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല, ബ്രാഹ്മണ ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല. പക്ഷെ എങ്ങനെ ഇരിക്കണം? ഹിന്ദു നാടാറായിട്ടിരിക്കണം, ഹിന്ദു നായരായിട്ടിരിക്കണം, ഹിന്ദു ബ്രാഹ്മണനായിട്ടിരിക്കണം. അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലിരുന്നോ അത് പ്രശ്നമില്ല, പക്ഷേ ഹിന്ദു ആയിട്ടിരിക്കണം.
നീ BJP ഹിന്ദു ആയിരിക്കാൻ പാടില്ല, ഹിന്ദു BJP ആയിട്ടിരിക്കണം. നീ കോൺഗ്രസ് ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല, ഹിന്ദു കോൺഗ്രസ് ആയിട്ടിരിക്കണം. ഇത് അവർ ചെയ്യുന്നല്ലോ, മാറ്റുമാറ്റാർ അത് ചെയ്യുന്നല്ലോ. അവരുടെ പാർട്ടിയിൽ എത്ര നേതാവായിരുന്നാലും അവരുടെ മതത്തിന് ഇലിവായിട്ട് എന്തെങ്കിലും ചെയ്താൽ അവർ വിടുവോ? അവർ വിടില്ല. അപ്പൊ അവർക്ക് ആ ഉണർവുണ്ട് അവരുടെ മതത്തിനെ കുറിച്ച്. നമുക്കതുണ്ടോ? ഇല്ല. ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നു. ഹിന്ദുവായിട്ടില്ല, ഹിന്ദു ജന്തുവായിട്ടുണ്ട്. അതാണ് നമുക്കിത് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ RSS 100 കൊല്ലമായി. അപ്പോ നമ്മുടെ സത്സംഗചാലക് എന്താ വിചാരിച്ചു, എങ്ങനെ, എന്തിനു തുടങ്ങി? അപ്പൊ സ്വതന്ത്ര സമരം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്തിനു തുടങ്ങി? ഈ സമരം, ഇത്ര സമരം നടക്കുന്നു, കാര്യം പോകുന്നു, നമ്മൾ ആ സമരത്തിനുള്ള കാര്യം ജയിക്കുന്നു, അങ്ങനെ ഒவ்வொரு കാര്യം അപ്പോൾ ജയിക്കുന്നുണ്ട്. അത് പോരാ. അപ്പൊ എന്ത് ചെയ്യണമെന്നാ സംഘം തുടങ്ങിയത്. ആ സംഘം തുടങ്ങി ഇന്ന് വിജയിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് വിജയിച്ചിരിക്കുന്നു. നമുക്ക് ഹോപ്പ് വന്നിരിക്കുന്നു. നമ്മൾ എല്ലാവരും ഒത്തുകെട്ടായിട്ട് നിന്നാൽ സാധിക്കാമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കളെയും ഒറ്റുമയാക്കി ഒന്ന് ചേർത്ത് ഐക്യം ഉണ്ടാക്കി, ഹിന്ദു ഐക്യവേദി മൂലമായിട്ട് എല്ലാവരും ഐക്യമായിട്ട് ഒന്നുപെട്ട് നിൽക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കോൺഗ്രസ് ആയിട്ട് ആരായിരുന്നാലും ശരി, അവരൊക്കെ പറയും. ഞങ്ങൾ അവിടെ പറയാറുണ്ട്, DMK എല്ലാരെയും. അപ്പൊ DMK അദ്ദേഹം പറഞ്ഞു, സബ് CM അതിന് എന്താ സ്റ്റാലിന്റെ ഉപമുഖ്യമന്ത്രി പറഞ്ഞു സനാതനത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. സനാതനത്തെ ഇല്ലാതാക്കും. സനാതനം എന്ന് പറഞ്ഞാല് അത് എന്നുള്ളതെന്ന അർത്ഥം അത് അറിയാത്തതുകൊണ്ട് അവർ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു? പിന്നീട് പറഞ്ഞു സനാതന സമൂഹനീതി, ജാതി പ്രശ്നം. നമ്മുടെ ഹിന്ദുമതത്തിൽ ജാതി ഉണ്ടോ? 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 ഏത് ശാസ്ത്രത്തിലുണ്ട്? ഒരു ശാസ്ത്രത്തിലുമില്ല. വേദത്തിലില്ല, ഉപനിഷത്തിലില്ല, പുരാണങ്ങളില്ല, എവിടെയും ജാതി കുറിച്ച് പറഞ്ഞിട്ടില്ല. വർണ്ണം പറയുന്നുണ്ട്, 4 വർണ്ണം പറയുന്നുണ്ട്. ആ വർണ്ണവും ജനനത്താലല്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഈ ഹിന്ദു ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം. ഹിന്ദുവിൽ ജാതി പറഞ്ഞിട്ടില്ല, ഹിന്ദുവിൽ വർണ്ണം മാത്രമേ പറഞ്ഞിട്ടുണ്ട്. അത് ജനനത്താലില്ല, ചെയ്യുന്ന ജോലി അടിസ്ഥാനത്തിൽ. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റും. ഹിന്ദുക്കൾ ഐക്യം വരികയാണെങ്കിൽ ഈ പാർട്ടിക്കാരനെ, രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പറയും, ഞാൻ ജനിച്ചപ്പോ തന്നെ സ്വയം സേവക്കായിരുന്നു പറയും. ഞാൻ ജനിച്ചപ്പോ എന്തുകൊണ്ട് നമ്മൾ ഐക്യം വന്നാൽ ഈ ഐക്യം വരണം. അതിന് നമ്മളൊക്കെ ശ്രമിക്കണം. ആ ശ്രമം കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആட்சிയിൽ വന്നാലും ഭരണത്തിൽ വന്നാലും അവരൊക്കെ നമ്മുടെ ഹിന്ദുവിനെ തൊടാൻ പേടിക്കണം. ആ സ്ഥിതി നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ഒவ்வொரு സംഘടനയും ശ്രമിക്കണം. അത് ചെയ്യണം. അയ്യപ്പന്റെ അരുൾ കൊണ്ട് അത് നടക്കും. മുമ്പ് അയ്യപ്പന്റെ ക്ഷേത്രം തീ വെച്ചപ്പോ എന്താ പറഞ്ഞു? ഒരു ക്ഷേത്രം പോയാലെന്ത് അത്ര മണ്ടത്തനം കുറയുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായി? ഒരു മകൻ പോയാലെന്ത് അരിവില അത്ര കുറയും നമ്മൾ പറയാൻ ഇടയായി. അതുപോലെ ഇതും ഇടയാകും. രാഷ്ട്രീയ പാർട്ടി ഇതിന് നമുക്ക് അവർ ഉത്തരം പറഞ്ഞേ ആകണം. നാം എല്ലാവരും ഐക്യമാകണം. അതിന് ഈ സന്ദർഭം വലിയവെക്കട്ടെ, അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ധർണയെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ഈ സമരത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി JP ശശികല ടീച്ചർ എത്തിയിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി അവർകൾ, അതുപോലെ ബ്രാഹ്മണ സഭയുടെ ബഹുമാനായ പ്രസിഡന്റ് H. ഗണേഷ് ജി, വിശ്വകർമ്മ ഐക്യവേദിയുടെ ബഹുമാനായ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ സാർ, അതുപോലെ പ്രജാപതി കുമ്പാർ സഭയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി നെടുവത്തൂർ സുന്ദരേശൻ, മറ്റു നേതാക്കൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവരെ ഓരോ കാലാംശത്തിലും പരിചയപ്പെടുത്തിക്കൊള്ളാം. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ജി അവരെ സാദരം ക്ഷണിക്കുക. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അയ്യപ്പന്
மகிமையை காக்கும் வகையில் ஐக்கிய நீதிமன்ற சார்பிலே நடத்தப்படுகின்ற இந்த அறப்போராட்டத்திற்கு தலைமை தாங்கி எடுத்துக் கொண்டிருக்கின்ற தலைவர்களுக்கும் ஏனைய பெரியவர்களுக்கும் சுவாமிகளுடைய பாதங்களுக்கும் என்னுடைய வணக்கத்தை தெரிவித்துக் கொள்கிறேன். மரியாதைக்குரிய சுவாமிஜி அவர்கள் தமிழ்நாட்டைச் சேர்ந்தவர், எங்க ஊருங்க. சுவாமிஜி அவர்கள் மலையாளத்தில் பேசியிருக்கிறார். 56 தொடர்ச்சி அதிலிருந்து இடமுண்டாகுது. இப்ப சுவாமிஜியருடைய ஆன்மீக ஆளுமை என்பது கன்னியாகுமரி மாவட்டத்தை தாண்டி தமிழகம் முழுவதும் வரக்கூடிய அளவுக்கும் கேரளத்தினுடைய பல பகுதிகளுக்கு வரக்கூடிய அளவுக்கும் இறைவன் அருள்கூட்டி இருக்கின்றார். இந்த போராட்டத்தினுடைய மிக முக்கியமான அம்சம் என்ன? 2 விஷயங்கள் கேரளத்தினுடைய முதலமைச்சர் மரியாதைக்குரிய பினராயி அவர்களை பற்றி நாம் கவனித்திருக்கின்றோம். அவருக்கு மிகவும் பிடித்தமானது, அவருக்கு கொஞ்சமும் பிடிக்காதது. அவருக்கு கொஞ்சமும் பிடிக்காதது ஐயப்பன், சபரிமலை, ஆன்மீகம். அவருக்கு ரொம்ப பிடிச்சது சொர்ணம். சொர்ணத்துக்கு மேல அவருக்கு இருக்கக்கூடிய பற்று இதுவரைக்கும் உலகத்தில் யாருக்கும் இருந்திருக்க முடியாது. உங்களுக்கு நன்றாகவே தெரியும். 2020ஆம் ஆண்டு துவங்கி அரபு நாடுகளில் இருந்து அரசு அதிகாரிகள் மூலமாக தங்கம் கடத்தப்பட்ட விஷயங்கள், அது எந்த அளவுக்கு மிக கேவலமான முறையில் முதலமைச்சரை பற்றி வெளிக்கொண்டு வந்திருக்கிறது என்பதெல்லாம் உங்களுக்கு தெரியும். அதுக்குள்ள இப்ப நாம போக வேண்டாம். எப்படி சபரிமலை அவருக்கு பிடிக்காத போது 1939ஆம் வருஷம் டிசம்பர் மாதம் 31ஆம் தேதி கேரளத்திலே கம்யூனிஸ்ட் கட்சி ஆரம்பிக்கப்படுகிறது. 39 பினராயி விஜயன் பிறந்தது 45. 35ல பினராயில தான் மாநாடு நடத்தி முதல் மாநாட்டில நடத்தி இங்க கட்சி ஆரம்பிக்கிறாங்க. 1950ல மே மாதம் 20ஆம் தேதி சபரிமலையிலே ஆலய தரிசனங்கள் எல்லாம் முடிந்து ஆலயத்தை கூட்டும் போது எல்லா பக்த ஜனங்களும் கூட இருக்கிறாங்க. எல்லாருக்குமே தெரியுது பாதுகாப்பான முறையில் பூட்டப்பட்டிருக்கிறது என்று சொல்லி கோயிலை சாத்திட்டு வந்துட்டாங்க. இது 1950 ஜனவரி மாதம் மே மாதம் 20ஆம் தேதி. மே மாதம் 23ஆம் தேதி ஆலயம் இருக்கிறது என்று சொல்லி அதற்கு ஒரு மலைவாழ் மக்கள் வனவாசி எல்லாம் பார்க்கிறாங்க. அப்ப கொல்லத்தில் உள்ள டிஎஸ்பி அவருக்கு அந்த பொறுப்பு கொடுக்கிறாங்க விசாரிக்கிறது. 1 மாதம் கழித்து ஜூன் மாதம் 20ஆம் தேதி 1950 அந்த கோயில் இருந்து பார்க்கிறாங்க. கோவிலுடைய நடையை வெட்டி பிளந்து 15 தடவை வெட்டிருக்காங்க. வெட்டின மட்டும் கிடையாது, உள்ளால போய் சுவாமிஜியுடைய உருவத்தை, பிம்பத்தை, விக்கிரகத்தை பல துண்டாக உடைக்கிறார்கள். சுவாமி ஐயப்பனுடைய பிம்பத்தை உடைக்கிறாங்க. இதெல்லாம்
ஜூன் மாசம் 20ஆம் தேதி அந்த டிஎஸ்பி பார்க்கிறாரு. அப்புறம் டிஐஜினுடைய என்கொயரி போடுறாங்க. அருமை பெரியவர்களே, அந்த வழக்கில் தெரிவு இல்லை. யார் செய்தாங்க தெரியாது, யார் செய்தாங்கன்னு தெரியாது. ஆகையினால அந்த வழக்கு ஒன்றும் இல்லாம போனதுல இருந்து 1994 நம்முடைய சதானந்தன் மாஸ்டர் அவர்கள் வெட்டப்படுகின்றார்கள். அவருடைய கால்கள் துண்டாடப்படுகின்றது. இப்ப ஏராளமான இந்து இயக்க சகோதரர்கள் இங்கு கொல்லப்பட்டிருக்கின்றார்கள். என்னுடைய வேண்டுதல், இந்த வழக்கினை சிபிஐ எடுத்து நடத்தும் போது இப்போதுள்ள நிலையை மட்டும் பார்க்காமல் 1950 எப்படி அந்த ஆலயம் எரிக்கப்பட்டது, அந்த ஆயுதம் தடையில்லைன்னு சொன்னா சதானந்த மாஸ்டர் வெட்டின அந்த ஆயுதம் அதே போல அன்னைக்கும் பயன்படுத்தியிருக்க முடியும். ஆகவே இதெல்லாம் கிளப் பண்ணி ஒரு விசாரணை நடத்துவது சரியாக இருக்கிறது நான் கருதுகின்றேன். இன்னொரு விஷயத்தை நான் சொல்ல விரும்புகின்றேன். இப்ப ஐயப்பனுடைய ஆலயத்தில் இருந்த கவசங்கள் 1998 அறிவிக்கப்பட்ட கவசம், துவாரபாலகர்களுடைய கவசம், அவர் ரிப்பேருக்காக அனுப்புறாங்க. ரிப்பேருக்காக அனுப்பும்போது இவ்வளவு வெயிட் சரியாக இருந்தது சொல்லிட்டு கணக்கில்லை. ஆனால் விஜய் மல்லையா அவர்கள் கொடுத்த போது ஏறக்குறைய 30.5 கிலோ தங்கமும் 1900 கிலோ காப்பரும் அதில் இருந்திருக்கு. அதை வெயிட் போட்டு பார்க்கும்போது திரும்பி வரும்போது 4.5 கிலோ காயில. இன்னைக்கு நான் எடுத்துக்கக்கூடிய பிரச்சனை. இப்போ உன்னிகிருஷ்ணன் போற்றி சொன்ன ஐயப்பன் சுவாமி அவருக்கு பிடிக்காது, ஆனா உன்னிகிருஷ்ணன் போற்றியை ரொம்ப பிடிச்சது. எல்லா இடங்களிலும் அவங்களுடைய படங்கள் எல்லாம் காமிக்கிறாங்க. இந்த விசாரணை நடத்தும் போது தயவு செய்து அரசாங்கம் ஒன்றை மனதிலே வைத்துக் கொள்ள வேண்டும். இது ஒரு ஆலயத்திற்கு மட்டும், ஒரு ஐயப்பன் கோயிலுக்கு மட்டும் சொந்தமான பிரச்சனை இல்லை. கன்னியாகுமரி மாவட்டம் 1956 வரைக்கும் கேரளத்தோடு இருந்த ஒரு பகுதி. திருவாங்கூர் சமஸ்தானத்தினுடைய தலைநகரம் பத்னாபுரம், தக்கலை பக்கத்தில் இருக்கக்கூடிய பத்னாபுரம் தான் அன்னைக்கு தலைநகரம். அன்னைக்கு ராஜ குடும்பத்திற்கும் சரி, மக்களுக்கும் சரி, புகழ்பெற்ற ஆலயமாக இருந்து திருவட்டார் ஆதிகேசவ பெருமாளுடைய ஆலயம். இந்த ஆலயத்தில் இருக்கக்கூடிய பத்மநாப சுவாமியுடைய வைர பீடம், பூனல் தங்கம், உடம்பு முழுக்க சொர்ணத்தால கவசம் போட்டிருக்காங்க. 1974 இருந்து சுரண்ட ஆரம்பிச்சிருக்காங்க. 74 இருந்து சுரண்ட ஆரம்பிச்சிருக்காங்க. 1990-91 இது வெளிவருது. இதை விசாரிப்பதற்காக சிபிசிஐடி அன்றைய முதலமைச்சர் மரியாதைக்குரிய ஜெயலலிதா அவர்கள் கொடுக்கின்றார்கள். சிபிசிஐடி வழக்கு 35 பேர் மீது வழக்கு. எத்தனை பேரு? 35 பேர் மீது வழக்கு. 92 போடப்பட்ட வழக்கு ஒரு வாரத்துக்கு முன்னாடி ஜட்ஜ்மெண்ட் ஆயிருக்குது. ஒரு வாரத்துக்கு முன்னாடி இதுல ஏறக்குறைய 23 பேர் மரணம் அடைந்து விடுகிறார்கள். சூசைட் பண்ணவங்க.
தானா முன் வந்து நாங்க எடுத்துட்டோம்னு சொல்லி கொடுத்தவர்கள் 4.5 கிலோ தங்கம் கொடுத்திருக்கிறார். ஆளுகின்ற பல பேர் சிறைக்கு போகக்கூடிய நிலை வரும்போது இந்த 7 பேர் அங்கேயே வரவேற்பதற்கு தயாராக இருக்க வேண்டும். அதை நினைச்சுதான் இவங்க எல்லாம் பண்ணிட்டு இருக்கிறாங்க. சகோதரர்களே, இது சாதாரண ஒரு விஷயம் இல்லை. ஐயப்பன் கேரளத்திற்கு மட்டும் சொந்தமானவர் இல்லை. எங்கள் குடும்ப தெய்வம், எங்கள் குடும்ப தெய்வம். 1960களில் இருந்து துவங்கி தொடர்ந்து சபரிமலைக்கு நாம் வந்துட்டு முடியும். என்னுடைய தகப்பனார் அதுக்கு முன்னாடி பல ஆண்டுகளுக்கு முன்பாகவே சபரிமலைக்கு வந்துட்டு கூடியது. என்னுடைய குடும்ப தெய்வம் சபரிமலை ஐயப்பன். இன்னைக்கு அவருடைய உடம்பில் இருக்கக்கூடிய, அவருடைய துவாரபாலனுடைய உடம்பில் இருக்கக்கூடிய அந்த சொர்ணம் களவாடப்பட்டிருக்கிறது என்று சொன்னால் அதற்கு பதில் சொல்ல வேண்டியது இந்த முதலமைச்சர் பினராயி விஜயனுடைய கடமை. வெள்ளை அறிக்கை அவர்கள் கொடுத்தாக வேண்டும். அதற்கான பொறுப்பினை அவர்கள் ஏற்றாக வேண்டும். எஸ்ஐடி ஒன்று போட்டிருக்க ஹைகோர்ட்டினுடைய இதெல்லாம் எனக்கு திருப்தி கிடையாது. நீங்க கேரளத்தில் நீங்க என்ன நினைக்கிறீங்க? I am not at all satisfied with the SIT formed by the court. CBI விசாரிக்க வேண்டும். இந்த வழக்கை CBI எடுத்து விசாரிக்க வேண்டும். தகுந்த தண்டனையை இந்த பினராயி விஜயன் அனுபவிக்க வேண்டும். அவருடைய கட்சியை சேர்ந்தவர்கள் அனுபவிக்க வேண்டும். அப்படி வந்தால்தான் ஐயப்பனாக இருக்கிறான் என்று சொல்லி நாம் கருத முடியும். தெய்வத்திற்கு குற்றம் என்று சொன்னால், தெய்வத்தை குற்றவாக்குவோம் என்று சொன்னால், அந்த குற்றத்தை செய்தவர் யாராக இருந்தாலும் அவர்கள் அதற்கான பதில் சொல்லியாக வேண்டும். அதேபோல கர்நாடகத்தைச் சேர்ந்தவர்கள், ஆந்திராவை சேர்ந்தவர்கள் எல்லாருமே இந்த சபரிமலை சொன்னா அவ்வளவு அந்த அளவுக்கு விரதம் இருந்து எந்த கோயிலுக்கும் போறது கிடையாது. திருப்பதிக்கு போகணும்னா நினைச்சா நான் திருப்பதிக்கு போயிடுவேன். மீனாட்சி அம்மன் கோயிலுக்கு போனா நினைச்சா போயிடுவேன். சபரிமலைக்கு போனா 41 நாள் விரதம் இருந்து இருமுடி கட்டி 18 படி முடித்து நான் போனாதான் அது சபரிமலை தரிசனம். ஆகல நம்முடைய ஐக்கிய போராட்டம் கேரளத்தை மட்டும் மையமாக வைத்து தயவு செய்து நீங்கள் செய்ய வேண்டாம். இது உங்களுடைய பிரச்சனை அல்ல. ஒட்டுமொத்த கோடிக்கணக்கான ஐயப்ப பக்தருடைய பிரச்சனை, நாடு முழுக்க இருக்கக்கூடிய ஐயப்ப பக்தருடைய பிரச்சனை. நீங்கள் அழைத்தால் எல்லா மாநிலங்களிலும் இருந்து இங்கு திரண்டு வந்து போராடுவதற்கு ஐயப்ப பக்தர்கள் தயாராக இருப்பார்கள் என்பதை தயவு செய்து மறந்துவிட வேண்டாம். நீங்கள் ஒற்றைப்படுத்தப்படவில்லை, ஒற்றுமைப்படுத்தப்படுகின்றீர்கள். நாம் எல்லாம் ஒன்று செய்வோம், நாம் எல்லாம் ஒன்று செய்வோம். வாழ்ந்தாலும் ஐயப்பனுக்காக நம் வாழ்வு முடிவு என்று சொன்னால் அந்த வீழ்ச்சியும் ஐயப்பனுக்காகவே இருக்கட்டும் என்று சொல்லி பிரார்த்தித்தருகின்றேன் என்று ഹിന്ദു ഐക്യവേദിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ RV ബാബുവിനെ പ്രഭാഷണം നടത്തുന്നതിന് ക്ഷണിക്കുകയാണ്. ഈ ധർണ ഉദ്ഘാടനം ചെയ്ത സംപൂജ്യ സ്വാമി വെള്ളിമല ചൈതന്യാനന്ദജി മഹാരാജ്, ഈ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി, അതേപോലെ ശബരിമല അയ്യപ്പന്റെ ഉറച്ച ഭക്തനുമായിട്ടുള്ള ശ്രീമാൻ പൊൻ രാധാകൃഷ്ണൻ സർ, വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, അമ്മമാർ, സഹോദരിമാർ, എല്ലാവർക്കും നമസ്കാരം. സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഉദ്ഘാടനം ചെയ്ത വെള്ളിമല സ്വാമിയെ
ഒന്ന് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കന്യാകുമാരി ജില്ലയിൽ വർഷങ്ങളായി സ്വന്തം നിലയ്ക്ക് ഒരു ആശ്രമം സ്ഥാപിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്യാസി വര്യനാണ്. ഹിന്ദു സമൂഹത്തിലെ നമ്മുടെ കുട്ടികൾക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച്, നമ്മുടെ വേദപുരാണങ്ങളെക്കുറിച്ച്, ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന 1000-ഓളം മതപഠന ക്ലാസുകൾ കന്യാകുമാരി ജില്ലയിലും നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അതിർത്തിയിലെ ചില പഞ്ചായത്തുകളിലേക്കുമായിട്ട് അദ്ദേഹം നടത്തിവരുന്നു. ഏകദേശം 15,000-ഓളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അതിൽ കൂടുതലുണ്ടെന്നാണ് 50,000-ഓളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ കന്യാകുമാരി ജില്ലയിലെമ്പാടും മതപഠനം നടത്തി വരുന്നു എന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വാമിയാണ് വെള്ളിമല സ്വാമി. പൊൻ രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് ശബരിമലയിലേക്ക് ദർശനത്തിന് വരികയും അന്നത്തെ പിണറായി വിജയന്റെ വലങ്കൈയായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു SP അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അത് നമ്മൾ അന്ന് പത്രങ്ങളിലൂടെ കണ്ടതാണ്. പൊൻ രാധാകൃഷ്ണൻ സാർ ഇവിടെ വന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടല്ല, മറിച്ച് ഒരു മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കും ഒപ്പം തന്നെ ശബരിമല ശാസ്താവിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ഭക്തൻ എന്ന നിലയ്ക്കും കൂടിയാണ് എന്നുകൂടി ഞാൻ ഈ സദസ്സിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് ഒരുപാട് സമരപരിപാടികൾ നമ്മൾ നടത്തി. അതിന്റെ തുടർച്ചയായിട്ട് കേരളത്തിലെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ ഒന്നുകൂടി വിളിച്ചു പറയാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണകർത്താക്കളോട് നമ്മുടെ ക്ഷേത്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച്. അതൊന്നും അറിയാത്തവരല്ല ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഭരണകൂടങ്ങളൊക്കെ. പക്ഷെ അവരൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക, ക്ഷേത്രങ്ങൾ ഒരു കറവ പശുവാക്കി മാറ്റുന്ന സംവിധാനം ആണ് നാളിതുവരെ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അത് ഇടതുമുന്നണിയുടെ കീഴിലാകട്ടെ വലതുമുന്നണിയുടെ കീഴിലാകട്ടെ, ആര് ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ അവർക്ക് കറവ പശുക്കളാണ്. ഇപ്പൊ പുറത്തു വന്ന വാർത്തകളൊക്കെ സത്യം പറഞ്ഞാൽ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇപ്പോ ശബരിമലയിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു, 30.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. സ്വർണം മാത്രമാണോ നഷ്ടപ്പെട്ടത്? 1900 കിലോ ചെമ്പ് നഷ്ടപ്പെട്ടു. ഈ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും മൂല്യം എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ കണക്കാക്കരുത്. ശബരിമലയിലെ ചെമ്പ്, ഒരു കഷ്ണം ചെമ്പ്, അത് മാർക്കറ്റിൽ ആ ചെമ്പിന് 100 രൂപയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് വരുന്ന ചെമ്പിന് അത് 10,000 രൂപ. കാരണം അതിന്റെ മൂല്യം ശബരിമലയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ അയ്യപ്പനെ ഉപയോഗിച്ച ചെമ്പ് എന്നുള്ള പേരിലാണ് അത് വിൽക്കുന്നത്. അപ്പൊ നമ്മള് ശബരിമലയിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ല കണക്കാക്കേണ്ടത്, അതിന്റെ ഡിവൈൻ വാല്യൂ ആണ്, അതിന്റെ ആത്മീയ മൂല്യമാണ്, അതിന്റെ ആധ്യാത്മിക മൂല്യമാണ്. അയ്യപ്പൻ എന്ന വികാരത്തില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി അയ്യപ്പന് വേണ്ടി ചെലവാക്കാൻ സമർപ്പിക്കാൻ തയ്യാറുള്ള 100 കണക്കിന് 1000-കണക്കിന് ഭക്തന്മാർ, ആ ഭക്തന്മാരുടെ വികാരത്തെ, വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ, ഈ പറയുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർ, സർവോപരി ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന് ശബരിമലയെ കൊള്ളയടിച്ചത്. അപ്പൊ ശബരിമലയിലെ പ്രശ്നം ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള മാത്രമല്ല. ശബരിമലയിൽ എത്രയോ കാലമായി ശബരിമലയെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നു.
ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടി അവര് ഒട്ടനവധി പദ്ധതികൾ തയ്യാറാക്കി. ആദ്യം എന്താ ചെയ്തത്? ശബരിമലയിൽ നിന്ന് എല്ലാ ഹൈന്ദവ സംഘടനകളെയും പുറത്താക്കി. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദേവസ്വം ബോർഡ് അന്നദാനം കൊടുക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ അന്നദാനം നടത്തി വന്ന ഹൈന്ദവ സംഘടനകളുണ്ട്, ഭക്തജന സംഘടനകളുണ്ട്, ഇപ്പൊ അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകൾ. ആ സംഘടനകളെ അടക്കം ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് പുറത്താക്കി. ഇത് ശബരിമലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാ ഭക്തജന സംഘടനകളെയും ഇവർ പുറത്താക്കി. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പുറത്താക്കിയത്? ഇപ്പോ കാര്യം വ്യക്തമല്ലേ? ഭക്തജന സംഘടനകളെ ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്താക്കിയത് അവർക്ക് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനാണ്, അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോകാനാണ്. പരസ്പര സഹകരണ സംഘം പോലെയാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ജീവനക്കാരും പ്രവർത്തിക്കുന്നത്. പരസ്പര സഹകരണ സംഘം പോലെയാണ്. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടന എന്ന് പറയുന്നത് CITUവിന്റെ സംഘടനയാണ്, പ്രധാനമായും CITUവിന്റെ സംഘടനയാണ്. അപ്പൊ CITUവിന്റെ സംഘടന പറയുന്നത് അനുസരിച്ചിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാകട്ടെ, കൊച്ചി ദേവസ്വം ബോർഡിലാകട്ടെ, മലബാർ ദേവസ്വം ബോർഡിലാകട്ടെ ഏതു തീരുമാനവും അവിടെ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് യാതൊരു സ്ഥാനവുമില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർക്കൊന്നും ഒരു സ്ഥാനവുമില്ല. യൂണിയൻ നേതാവ് പറയുന്നതിനനുസരിച്ച് ജീവനക്കാരെ നിശ്ചയിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, സർവ ക്ഷേത്രങ്ങളിലും ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയാണ്. ട്രേഡ് യൂണിയനെ ഉപയോഗിച്ച്, തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് CPM ആണ് ഇപ്പൊ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. CPMന്റെ അജണ്ടയാണ് ക്ഷേത്രങ്ങളിൽ നടപ്പാകുന്നത്. അപ്പോ ഭക്തജന സംഘടനകളെ മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ച് ട്രേഡ് യൂണിയനെ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം ഇപ്പോ ശബരിമലയിലടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ശബരിമലയില് എന്തൊക്കെ പോയി എന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ KT ശങ്കരൻ പോയി നോക്കിയിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. എന്തൊക്കെ ഉണ്ട് ഇപ്പോ സ്ട്രോങ് റൂം പരിശോധിക്കുകയാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം നേരത്തെ ബിചേട്ടൻ പറഞ്ഞതാണ്. ഉറപ്പിച്ചു പറയുന്ന കാര്യം എന്താ? തിരുവാഭരണം എന്തായാലും ഉണ്ട്, നമുക്ക് ഉറപ്പിക്കാം. തിരുവാഭരണം പന്തളത്താണ് കേസ് കൊടുത്തിരിക്കുക. ഇപ്പോഴും കേസില്ലേ വർമാജി? കേസുണ്ട്. കേസ് എന്തിനാണെന്നറിയാമോ? തിരുവാഭരണം സൂക്ഷിക്കാനുള്ള അവകാശം അത് ശബരിമലയ്ക്കാണ്, സന്നിധാനത്തിനാണ്. ഞങ്ങൾ ആറന്മുളയുടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതാണ്. ആറന്മുളയുടെ സ്ട്രോങ് റൂം തുറന്നു നോക്കാൻ പോയിട്ടുണ്ട്. ഭഗവാനെ അയ്യപ്പ, നിനക്ക് പോലും അറിയില്ല അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. കാരണം നമുക്കറിയാം, ശബരിമലയിലെ ഓരോന്നും നഷ്ടപ്പെട്ടു. കട്ടിള പോയി, ദ്വാരപാലക പീഠം പോയി, വാജീവാഹനൻ പോയി, താഴിയക്കുടം പോയി, സർവ്വതും പോയി. അപ്പൊ നമുക്ക് തോന്നും ഇത് പിണറായി വിജയന്റെ കാലത്ത് ഈ ഇടതുപക്ഷ സർക്കാർ മാത്രം ഭരിച്ചപ്പോ സംഭവിച്ചതാണെന്ന്. അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ഇപ്പൊ ഇവിടെ നമ്മളെല്ലാം പറയില്ലേ, പ്രയാർ ഗോപാലകൃഷ്ണൻ വളരെ ഭക്തനാണ്, ഗോപാലകൃഷ്ണന്റെ കാലത്ത് സർവം ഭംഗിയായിരുന്നു. അങ്ങനെയാണോ? അല്ല. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ ഭരിക്കുമ്പോഴാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ K ജയകുമാർ 1,87,00,000 രൂപയുടെ പാത്രം വാങ്ങിയ ഇടപാട് തട്ടിപ്പ് നടത്തിയത്. 1,87,00,000 രൂപയുടെ തട്ടിപ്പ്. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ത് നടപടിയായി എടുത്തത്? ജയകുമാറിനെതിരെ ഒരു നടപടി എടുത്തില്ല. വിജിലൻസ് കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് പറഞ്ഞു. നടപടി എടുത്തോ? എടുത്തില്ല. പിന്നെ പത്മകുമാർ വന്നപ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ട് പത്മകുമാർ ജയകുമാറിനെതിരെ നടപടിയെടുത്തു. ഞാൻ പറഞ്ഞത്, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ അത് ഇടത് ഭരിക്കട്ടെ വലത് ഭരിക്കട്ടെ, ആര് ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ്. നമ്മുടെ ഭക്തന്മാർ മുണ്ട് മുറുക്കിയെടുത്ത് അയ്യപ്പനെ ക്ഷേത്രങ്ങൾക്ക് സമർപ്പിക്കുന്ന പണം, ആ പണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. പുറത്തു വന്ന വാർത്തകൾ അനവധിയാ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ, ശാസ്താംകോട്ട ക്ഷേത്രത്തില്
6 കിലോ സ്വർണം ഉപയോഗിച്ച് കൊടിമരം പണിതു. ആ കൊടിമരത്തിന്റെ നിറം ഇപ്പൊ കറുപ്പാണ് എന്ന് പറയുന്നു. ഇന്ന് പുറത്തു വന്ന വാർത്ത, ഇന്നോ ഇന്നലെയോ പുറത്തു വന്ന വാർത്ത എന്താ? വൈക്കം മഹാദേവന്റെ ക്ഷേത്രത്തില് 1/4 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 1/4 കിലോ സ്വർണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് മറുപടിയില്ല. 255, കൃത്യമായി പറഞ്ഞാൽ 255 ഗ്രാം സ്വർണം പോയി. എവിടെന്നാ പോയത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സ്റ്റോർ റൂമിൽ നിന്ന്. സ്റ്റോർ റൂമിലുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പോ മറ്റൊരു വാർത്ത വരുന്നു, ആറന്മുള ക്ഷേത്രം. ആറന്മുള ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ സമർപ്പിച്ച 58 പവൻ കാണാനില്ല. അവിടെ ഉണ്ടോ? പോയി നോക്കണം, ഉണ്ടോന്ന് അറിയില്ല. പുറത്ത് വേറെ വാർത്ത വരുന്നു, അങ്ങ് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് വരുന്ന വാർത്ത എന്താ? അവിടെ ബാലുശ്ശേരിയില് വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തില് അവിടെ 20 പവൻ കാണാനില്ല. ഇത് മൊത്തം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ അവസ്ഥയാണ്. ഇത് സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ മാത്രം കാര്യമല്ല, സ്ഥലം പോകുന്നു. ഇന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ട്, വെള്ളായണി ക്ഷേത്രം 83 ഏക്കറുണ്ട്. വെള്ളായണി ക്ഷേത്രത്തിൽ 83 ഏക്കറാ. ഇപ്പൊ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ദേവസ്വത്തിന്റെ കയ്യിൽ 1 ഏക്കർ 33 സെന്റേ ഉള്ളൂ. 1 ഏക്കർ 33 സെന്റേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തുകാർക്ക് ദേവസ്വം ബോർഡിന്റെ രേഖകൾ അനുസരിച്ച് നമ്മുടെ പാളയത്തെ ക്ഷേത്രം സിദ്ധിവിനായക ഗണപതി ക്ഷേത്രത്തില് 93 സെന്റ് സ്ഥലമാണ്. 93 സെന്റ് സ്ഥലം. ഇപ്പൊ എത്രയുണ്ടെന്ന് അറിയാമോ? വെറും 7 സെന്റ് സ്ഥലം. ആരാണ് സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ സ്ഥലം കയ്യേറിയത്? സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ സ്ഥലം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മൂക്കിന് താഴെ സ്ഥലം നഷ്ടപ്പെടുന്നു, അന്യാധീനമാകുന്നു. 2001 മലബാർ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയിൽ ഒരു അഫിഡാവിറ്റ് കൊടുത്തു. ആ അഫിഡാവിറ്റ് എന്താ പറഞ്ഞെന്നറിയാമോ? മലബാർ ദേവസ്വം ബോർഡിന് 25,000 ഏക്കർ ഭൂമി അന്യാധീനമായി എന്നാണ്. മലബാർ ദേവസ്വം ബോർഡിന് 25,000 ഏക്കർ അന്യാധീനപ്പെട്ടു. നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചൊരു കണക്കുണ്ട്. ആ കണക്കെന്താണെന്നറിയാമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 5,000 ഏക്കർ ഭൂമി. ആ 5,000 ഏക്കർ ഭൂമിയിൽ നിലവിൽ 2,000 ഏക്കർ ഭൂമിയെ ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളൂ. 3,000 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു. 3,000 ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു. അതിൽ 555 ഏക്കർ ഭൂമി നിയമ പ്രശ്നത്തിൽ കുടുങ്ങിൽപ്പെട്ട് കിടക്കുകയാണെന്നാണ്. ഇനി നിങ്ങൾക്കറിയോ, കുടൽമാണിക്യം ക്ഷേത്രത്തിന് 5,568 ഏക്കർ ഭൂമിയാ. 5,568 ഏക്കർ ഭൂമി ഇപ്പൊ നിലവിൽ 100 ഏക്കറിൽ താഴെയാണ്. കുടൽമാണിക്യം ദേവസ്വത്തിന് ഇപ്പൊ നിലവിൽ 100 ഏക്കറിൽ താഴെയുള്ളൂ. 5,568 ഏക്കർ ഭൂമി. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ഞാൻ പറഞ്ഞത്, ഈ ക്ഷേത്രങ്ങള് 949 ഒരു കവനന്റ് രൂപീകരിച്ച് തിരുക്കൊച്ചി രാജ്യത്തെ ഭരണാധികാരികൾ, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ കേരള സർക്കാരുമായി ഒരു ഉടമ്പടിക്ക് തയ്യാറായില്ല. കേരള സർക്കാരുമായി ഒരു ഉടമ്പടിക്ക് തയ്യാറായില്ല. അവർക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു, ഇത് കേരളത്തിലെ ഭരണാധികാരികളെ രാഷ്ട്രീയ നേതൃത്വത്തെ ഏൽപ്പിച്ചാൽ ഈ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടും, ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? ഈ കവനന്റ് കേന്ദ്ര സർക്കാരുമായിട്ടേ ഞങ്ങൾ ഉണ്ടാക്കൂ. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി വേണം ഈ കവനന്റിൽ ഒപ്പിടാൻ. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി VP മേനോൻ വരികയും VP മേനോനുമായിട്ടാണ് ഈ കവനന്റ് ഒപ്പിട്ടത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാര്. അങ്ങനെയാണ് കവനന്റ് വന്നത്. ആ കവനന്റിലൂടെ വ്യക്തമാക്കപ്പെട്ടത് എന്തായിരുന്നു? ക്ഷേത്രങ്ങൾ സംരക്ഷിക്കും, ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കും, ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. എന്നാൽ പിന്നീടുണ്ടായതെന്താ? നമ്മൾ ഈ പറഞ്ഞതാണ്, ഇപ്പൊ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ക്ഷേത്ര ഭൂമികൾ അന്യാധീനപ്പെട്ടു, ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയപ്പെട്ടു, എല്ലാം ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഒരു കാലത്ത് ക്ഷേത്രങ്ങളെ തകർക്കാൻ മുഗളന്മാരുടെ സൈന്യം വന്നു. ഔറംഗസീബ്, ബാബർ, ടിപ്പു ഇവരുടെ ആക്രമണത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, നമ്മുടെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. പിന്നീട്
1811 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാര് ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു, ക്ഷേത്രങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെ ക്ഷേത്ര സ്വത്തുക്കൾ അവിടെയും കൊള്ളയടിക്കപ്പെട്ടു. 950 ശേഷം ഈ കവനന്റ് രൂപീകരിച്ച് ദേവസ്വം ബോർഡ് ഉണ്ടായി. നമ്മൾ വിചാരിച്ചു ഈ ജനാധിപത്യ യുഗത്തിൽ ഈ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന്. പക്ഷേ സംഭവിച്ചത് എന്താ? നേരത്തെ സംഭവിച്ച പോലെയാണ്. 25,000 ഏക്കർ മലബാർ ദേവസ്വം ബോർഡിന് പോയി, 3000 ഏക്കർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോയി, 5000 ഏക്കർ നമ്മുടെ കുടൽമാണിക്യം ദേവസ്വത്തിന് പോയി, ഇതേപോലെ ഗുരുവായൂർ ദേവസ്വത്തിനും പോയി. ഇതെല്ലാം ക്ഷേത്രങ്ങളെ അന്യാധീനപ്പെടുത്തുന്ന സമീപനമാണ്. ഒരു കാലത്ത് പുറമേ നിന്നായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കിടന്നാണ് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുത്ത് ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തന്മാരെ അടിച്ചോടിച്ച് ഭരണാധികാരികൾ ക്ഷേത്രങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് ഈ സമരം ക്ഷേത്ര വിമോചന സമരമാണ്. ക്ഷേത്രങ്ങളെ ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിക്കാൻ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി നടത്തുന്ന സമരമാണിത്. ഈ സമരം ക്ഷേത്രങ്ങൾ വിമോചിപ്പിക്കും വരെയുള്ള സമരമായി തുടരും. ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് ഭരിക്കാനുള്ള അവകാശം, ആ അവകാശം ഭരണഘടനാ ദത്തമാണ്, ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.